ഹലോ ഗായ്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് പേർലി മണി ഷോ. ഇതൊരു വളരെ റാൻഡം ആയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്ളോഗാണ്. എന്തിനെടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയാത്ത ഒരു വ്ളോഗ്, അങ്ങനത്തെ ഒരു വ്ളോഗാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് നമ്മളെന്താ പറയുക, ഇപ്പം വീട്ടിൽ കുറച്ച് പേര് ഇങ്ങനെ കൂടുമ്പം ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ സംസാരിച്ചിരിക്കില്ലേ, ആ ഒരു വൈബാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇപ്പോൾ ചിലപ്പം നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, വെറുതെ ഇരിക്കുന്ന ഒരു ടൈമായിരിക്കും. ആ സമയത്ത് നമുക്കിങ്ങനെ സൊള്ളിയിരിക്കാം. ഇന്നലെ ഞാൻ പെട്ടെന്നൊരു ആവേശം മൂത്തിട്ട് ഞാനൊരു ഷോപ്പിംഗ് ചെയ്തു. ഇത് എല്ലാ വർഷവും എനിക്ക് വരുന്ന ഒരു ആവേശമാണ്. അതായത് എല്ലാ വർഷമല്ല, എല്ലാ മാസവും ശ്രീനി കള്ളം പറയില്ലേട്ടാ, കള്ളം പറഞ്ഞാൽ തലയിൽ കുരു വരും. അപ്പോൾ കള്ളം പറയില്ലേ, ഞാൻ എല്ലാ മാസവും ഇങ്ങനെ ചെയ്യാറില്ല ഗൈസ്, അവർക്കറിയാം നന്നായിട്ട്. ഞാൻ എപ്പോഴും ഈ ഷോപ്പിംഗ് എന്ന് പറയുന്ന സാധനം പുറത്തു പോയി ചെയ്യണത് വളരെ റെയറാണ്. അപ്പോൾ എനിക്ക് ഈ ഇപ്പോൾ സിബ് വെച്ച സൽവാർ വേണം എന്ന് തോന്നിയ ടൈം ഉണ്ടായിരുന്നു ഈ ഫീഡിങ് ടൈമിൽ. അപ്പം ഞാൻ തന്നെ പോയി കുറേ തുണിയെടുത്ത് ഞാൻ തന്നെ പോയി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഷോപ്പിംഗ്. പക്ഷേ ഞാൻ അത് വല്ലപ്പോഴും വളരെ റെയറായിട്ട് എനിക്കൊരു മൂഡ് വരണം, അപ്പോഴാണ് ഞാൻ ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ് പോയി ചെയ്യുക. ആൻഡ് ദിസ് ടൈം ഓൾസോ ഇന്നലെ രാത്രി മമ്മിയും ഡാഡിയും ഉച്ചയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേരെ മമ്മിയും ഡാഡിയുടെയും കൂടെ കൊടുത്തു വിട്ടു. അപ്പോൾ ഈവനിങ് ഞാനൊന്ന് ഫ്രീ ആയപ്പം ഒരു 5-6 മണിയായപ്പോൾ ഞാനിങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ശ്രീനി നല്ല ഉറക്കമായിരുന്നു. 3 മണിക്ക് എന്തോ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ വീട്ടിലാരും ഇല്ല, അപ്പം ഞാനും ശ്രീനി മാത്രമേ ഉള്ളൂ. അപ്പം ഐ തോട്ട് ഓക്കെ, ശ്രീനി ഉറങ്ങുമല്ലേ, ഐ വോണ്ട് ഡു സംതിങ് പ്രൊഡക്റ്റീവ്. ടി വി കണ്ടുകൊണ്ടിരിക്കണോ. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കുറച്ച് സൽവാർ മെറ്റീരിയൽ വാങ്ങിച്ച് തയ്പ്പിക്കണം. ബിക്കോസ് എനിക്കൊരു റെഗുലർ വെയറിനും ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള സൽവാറുകൾ എടുക്കണം. അങ്ങനെ ഞാൻ പോയി ഇന്നലെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. സോ ആ ഷോപ്പിംഗ് ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. എൻ്റെ സെലക്ഷൻ ഭയങ്കര സെലക്ഷനാണ്, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. സൽവാറിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് യൂഷ്വലി ഓപ്റ്റ് ചെയ്യാറ്. ഞാൻ തന്നെ തയ്ക്കുമ്പോൾ ഒരു ഫ്രില്ല് പോലും അല്ലെങ്കിൽ ഒരു എംബ്രോയ്ഡറി പോലും വെക്കാത്ത ആളാണ്. ഐ ജസ്റ്റ് നോ വൺ തിങ്, റൗണ്ട് നെക്ക്, വി നെക്ക്, വൈഡ് നെക്ക്, സ്ലീവ്ലെസ് അല്ലെങ്കിൽ വിത്ത് സ്ലീവ്, ഇത്രയൊക്കെ എനിക്ക് ചിന്തിക്കാൻ അറിയത്തുള്ളൂ. പക്ഷേ വാട്ട് ഐ ഡു ഇസ് ഐ ലൈക്ക് ടു ഷോപ്പ് ചെയ്യുന്ന ആ കളേഴ്സ്. അപ്പോൾ ഇപ്പം നമുക്ക് വേഗം അതിലേക്ക് പോവാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ലൈഫ് അപ്ഡേറ്റ് ഒക്കെ ചിലപ്പോൾ തരുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം, അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. പ്ലീസ് forgive me if I am not that interesting. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ ഞാൻ വായിച്ച് ഏൽപ്പിച്ചു തരാം. സംഗാനേരി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ, അത് ഇത് ഏതിലാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബിലോ. പിന്നെ അതിനകത്തുള്ളത് മൾ കോട്ടൺ, അജ്രക് കോട്ടൺ സൂട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാടാ, അങ്ങനെ ചന്തേരി സിൽക്ക് സൂട്ട്, അങ്ങനത്തെ മെറ്റീരിയൽസ് ആട്ടോ. ബേസിക്കലി ഞാൻ ഇത് റഫ് യൂസിനായതുകൊണ്ട് അങ്ങനത്തെ മെറ്റീരിയൽസുമാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മെറ്റീരിയൽ കാണിച്ചു തരാം. സോ ദിസ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഐ ചൂസ്. ഇത് മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ടോപ്പും ബോട്ടവും രണ്ടും ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ ഇത് ടോപ്പും ബോട്ടും അല്ലല്ലോ, ഇത് ആക്ച്വലി ഇതിനകത്ത് സെറ്റായിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഇതിൽ ടോപ്പും ഉണ്ട്, ബോട്ടും ഉണ്ട്, ഇതിനകത്തൊരു ഷോളും വരുന്നുണ്ട്. ഇതാണ് ആ ഫസ്റ്റ് ടോപ്പ്. ഞാനിങ്ങനെ കടയിൽ പോയി ഇങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ വെച്ചപ്പം ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു ഇത് നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ. എങ്ങനെയുണ്ട് ശ്രീ? നല്ലൊരു പ്രിൻ്റ് അല്ലേ? ഈ കളറ് നമ്മുടെ സ്കിന്നിന് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്കിൻ കളറ് വരുന്നുണ്ട്. ആൻഡ് ഓൺ ദാറ്റ് ദർ ഇസ് എ പ്രിന്റ് വിച്ച് ഐ റിയലി ലൈക്ക്. ആൻഡ് ഇതിനകത്ത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നുണ്ട് വിച്ച് ഇസ് വെരി സിമിലർ ടു ദ ഷോൾ. അപ്പോൾ ഈ ഷോളിൻ്റെ അകത്ത് വരുന്ന അതേ ഒരു മെറ്റീരിയലാണ് ഇവർ ബോട്ടത്തിന് തന്നിരിക്കുന്നത്. അപ്പം ഐ ലൈക്ക് ദാറ്റ്, സോ ഐ ടുക്ക് ഇറ്റ്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോൾ ഞാൻ തുറന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത്. സോ നൈസ്. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊരു ഷോളൊക്കെ ഇടണം എന്ന് തോന്നുമ്പോൾ ഒരു ഷോൾ ഉണ്ടടാ. പലപ്പോഴും ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ച സാധനത്തിന് അങ്ങനെ ഷോൾ അധികം ഇല്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഷോളും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ എൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ തുണി ഇടണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ അറ്റത്ത് ഇതാ ഇതേ പ്രിന്റ് വരുന്നുണ്ട്. ഇതെല്ലാം ഇനി ലാസ്റ്റ് ശ്രീനി മടക്കി വെക്കാന്ന് മടക്കി വെക്കണോ ഞാൻ തന്നെ കുട്ടാ? അയ്യോ, ഇത് ഇനി അതാ പണിയാവും എനിക്ക്. ഈശ്വരാ. എന്തായാലും ആ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ
സൽവാറുകൾക്ക് സിബ് ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ ഫീഡിങ് ബേബി ലെഡ് വീനിങ്ങിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. ഒഫീഷ്യലി നിത്താര ഹാസ് സ്റ്റോപ്ഡ് ഫീഡിങ്. അപ്പം ഇപ്പം അവൾ ഫുൾ ഓൺ പാലിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ സിബുള്ള ഡ്രസ്സുകൾ ഇനി പതുക്കെ ഒഴിവാക്കണമല്ലോ. എൻ്റെ ഇപ്പോൾ എല്ലാ സൽവാറിലും സിബുണ്ട്. അപ്പോൾ ഇനി സിബ് ഇല്ലാത്ത കുറച്ച് സൽവാർ തയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പം അതായിരുന്നു ഫസ്റ്റ്. ഇനി അടുത്ത എന്ന് വെച്ചാൽ പച്ച. ഇത് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേവറേറ്റ് കളർ എന്താണെന്നുള്ളത്. ചിലപ്പോൾ പച്ചയായിരിക്കാം, ചിലപ്പോൾ പച്ചയായിരിക്കില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുമ്പം ഞാൻ കോൺഷ്യസ്ലി അതല്ലാത്ത ഡ്രസ്സ് എടുക്കും. ബിക്കോസ് അല്ലെങ്കിൽ എൻ്റെ കബേർഡ് മുഴുവൻ എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് മാത്രമായിരിക്കും, വിച്ച് ഇസ് ജസ്റ്റ് 2 കളേഴ്സ്. അതേതാണെന്ന് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്തായാലും ഇതാണ് അടുത്ത മെറ്റീരിയൽ. ഇതാണ് ടോപ്പിന് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വരിക. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. സ്നൈസ്ന വെരി സോഫ്റ്റ് മെറ്റീരിയൽ. നമുക്കിങ്ങനെ എന്താ പറയുക, എത്ര റഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഒരു ഷോള് ഒരു നെറ്റ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. സോ ദിസ് ഇസ് ദ ഷോൾ. ഹൗ ഇസ് ഇറ്റ്? നല്ല പ്രിൻറ്റ്. ഐ ഫൈൻഡ് ഇറ്റ് വെരി നൈസ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കണ്ടോ, ഇറ്റ്സ് കൈൻഡ് ഓഫ് സീ ത്രൂ. ആൻഡ് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു കസവ് പോലെയൊക്കെ ഉണ്ട്. ഇറ്റ് ലുക്സ് നൈസ്. ഒരു ഗോൾഡൻ ബോർഡർ ഒക്കെ ഉണ്ട്. സോ ദിസ് ഇസ് ദ അതർ വൺ. സാൽചേച്ചി ഒന്ന് ഐഷാനെ വിളിച്ച് അവളിത് മടക്കി വെക്കണം. ഐഷ ഇതറാവോ പ്ലീസ്, ഇതൊന്ന് മടക്കി വെക്കണം കേട്ടോ, ഷോൾ മാത്രം. ഇനി അടുത്തത്, ഇപ്പോൾ 2 അടുത്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ലൈക്ക് ദ ഓറഞ്ച്, ദ പോപ്പ് ഓഫ് ഓറഞ്ച് കളർ. ആൻഡ് ദിസ് ഇസ് ഓൾസോ വെരി സോഫ്റ്റ് മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിനൊരു ബോർഡറും ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് കൈയൊക്കെ ചെയ്യുമ്പോൾ കൈയിന് ഒരു ബോർഡർ വയ്ക്കാൻ വേണമെങ്കിൽ ഇത് കഴുത്തിൽ യൂസ് ചെയ്യാം, ഒട്ടും വേണ്ടെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ആൻഡ് അതിൻ്റെ ബോട്ടം വരുന്ന ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ കളർ ഫോർ ദ ബോട്ടം. ഓക്കെ, ആൻഡ് ഇതും നേരത്തെ കാണിച്ച പോലത്തെ ഒരു ഷോളാണ്. ഒരു ബോട്ടത്തിലുള്ള പ്രിൻറ്റിൻ്റെ പിന്നെ ഈ ടോപ്പിലുള്ള പ്രിൻ്റ് എൻഡിൽ വരുന്നത് പോലത്തെ ഒരു ഷോള് ഉണ്ടല്ലേ. ഐ റിയലി ലൈക്ക് ദിസ് ഓൾസോ. നൈസ് ന. അതായത് ഇറ്റ് വിൽ ബി ദ ടോപ്പ് ഹിയർ. ഇതായിരിക്കും ടോപ്പ്. സോ അങ്ങനെ ഒരു കാര്യവുമായി. ഇതാണ് അടുത്തത്. ഐഷ, യെസ്, ഐഷ എന്നെ ഇങ്ങനെ നോക്കുന്നു. ദീദി ഈ ക്യാ കർ രഹാ ഹൈ? പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ഐഷ ഏക് സാത്ത് രക്കോ എൻ്റെ ഹിന്ദി. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് അനദർ മെറ്റീരിയൽ ദാറ്റ് ഐ ടുക്ക്. എല്ലാത്തിനും ഷോളും ബോട്ടവും ഇല്ല, ഞാൻ പിന്നെ അതിലേക്ക് വരാം. ആദ്യം ഞാൻ ഷോളും ബോട്ടവും ഉള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ, ഇത് ഞാൻ തുറക്കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഷോളിൽ വൈറ്റും ഈ ഗ്രീനും ഉള്ള ഒരു ഷോളാണ്. ഇത് വേറെ തന്നെ ഒരു മെറ്റീരിയൽ, വളരെ സോഫ്റ്റ്, ഒരു നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ഒരു ഷോൾ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ്. ഈ ടോപ്പും ഈ ബോട്ടും ആണ് വരുന്നത്. അവിടെ സാലി ചേച്ചി ചിക്കൻ വറക്കുന്നതിൻ്റെ ഒച്ച കേക്ക്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ, ബ്ലൂ. ആൻഡ് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണെന്നാണ് തോന്നുന്നത്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് തിക്ക്. ഇതിൻ്റെ ടോപ്പ് ഇതാണ് വരുന്നത്, ഇതാണ് ബോട്ടം. ഐ റിയലി ലൈക്ക് ദിസ് കളർ. ഇത് ബ്ലൂ അല്ല, ഇതൊരു അതെ ഒരു മാതിരത്തെ ഒരു നേവി ബ്ലൂ അല്ലേ, ഇൻഡിഗോ ആണത്. ഡൂഡ്, ഐ ഡോണ്ട് ഈവൻ നോ, ആം ഐ കളർ ബ്ലൈൻഡ്? അല്ല, ഇത് എന്തൊരു നേവി ബ്ലൂ ആണ് കൂട്ടാ, അല്ലേ? അല്ല, നേവി. ഇനിയിപ്പോൾ നീ ഇട്ടിരിക്കണ എന്താ ഈ കളറാ? ഇത് ശ്രീനിനെ ഞാനിപ്പോൾ കൺവിൻസ് ചെയ്തോണ്ടിരിക്കുക, കൺവിൻസിങ് സ്റ്റാർ. ഇതൊക്കെ വാങ്ങിച്ച് ഇന്നലെ ഞാൻ തിരിച്ച് കയറി അതപ്പോൾ ശ്രീനി ഇങ്ങനെ എന്താ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ബോട്ടം എനിക്ക് ഷോള് ഭയങ്കര ഇഷ്ടമായി. ഷോൾ വേറെ തന്നെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഇറ്റ് വിൽ ഗോ വിത്ത് ദിസ്.
ഇറ്റ് ഹാസ് ബോത്ത് ദ കളേഴ്സ് ആൻഡ് ഷോളിലൊരു ബോർഡറും ഉണ്ട് കണ്ടോ. സോ നൈസ്. നല്ലൊരു സോഫ്റ്റ് ഷോൾ. എനിക്ക് ഇത് പൊതുവേ ഞാൻ അങ്ങനെ ഒരു ഷോളിൻ്റെ ആളല്ല, ബട്ട് ഐ ലൈക്ക് വെയറിങ് ഷോൾസ്. യുനോ ഷോൾ ഉള്ള സെറ്റ് ആണെങ്കിൽ എന്തോ ആ സൽവാറിനോട് എനിക്കൊരു പ്രത്യേക റെസ്പെക്റ്റാണ്. ബിക്കോസ് അതൊരു ഫുൾ ലുക്കാണല്ലോ. നമുക്കൊരു എന്താ പറയുക, ഒരു ഒരുങ്ങിയ ഫീൽ വരും ഷോൾ ഇടുമ്പോൾ എപ്പോഴും. മിക്കവാറും ഇപ്പം ട്രാവൽ ചെയ്യുന്നൊക്കെ ടൈമാണെങ്കിൽ എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, മമ്മിയുടെ കൂടെ സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് തിയേറ്ററിനകത്ത് കയറി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ AC കൂടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തണുക്കും. അപ്പോൾ റേച്ചിലും ഞാനും പതുക്കെ മമ്മി ഷോൾ ഐ സ്റ്റിൽ റിമെമ്പർ, ആൻഡ് മമ്മി ഇങ്ങനെ പതുക്കെ ആ ഷോൾ തരും. അപ്പോൾ ഞാനും റേച്ചിൽ ആ ഷോൾ പൊതങ്ങി അങ്ങനെ ഇരിക്കും. സോ അക്കോർഡിംഗ് ടു മീ ഷോൾ ഇസ് നോട്ട് ജസ്റ്റ് എ ഷോൾ, ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് തിങ് എന്നാണ് പറയുക. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് എ വെരി നൈസ് ഒരു സെറ്റ്. ഇറ്റ്സ് നോട്ട് ദ സെയിം. അതന്നെ ഇതെങ്ങനെയാ ഗൈസ് സെയിം ആവുന്നത്? ദിസ് ഇസ് ടോട്ടലി പ്രിന്റ് വേറെയാണ്, കളറും ആക്ച്വലി ഇതാണ് നേവി ബ്ലൂ, ഇത് ആ അതെ, പക്ഷെ വ്യത്യാസമില്ലേ? മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേരും ഡിഫറെന്റ്. ഇതാണ് അടുത്ത. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി വെരി വാം, ഒരു കോസി ഫീലാണ് എനിക്കിത് വെച്ച് നോക്കിയപ്പോൾ കിട്ടിയത്. ലൈക്ക് ഐ ക്യാൻ ഇമാജിൻ മൈ സെൽഫ് വെയറിങ് ദിസ് ആൻഡ് മേ ബി ചുമ്മാ റേച്ചലിൻ്റെ വീട്ടിലേക്ക് പോവുക, അങ്ങനെ ചുമ്മാ ഒരു ഫ്രണ്ട്സിനെ കാണാൻ പോവുക, ആ ഒരു മൂഡുണ്ട് ഇതിന്. ഇതിനകത്ത് ഐ തിങ്ക് ദേ ഹാവ് ദ ബോട്ടം ഓൾസോ. ഇതാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ബോട്ടത്തിൻ്റെ മെറ്റീരിയലും ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് എനിക്ക് ഷോൾ ഇതാണ്. ദിസ് ഇസ് എ ഷോൾ അഗൈൻ വെരി സോഫ്റ്റ് ഒരു ഷോൾ. ഇത് ഇങ്ങനെ ഇല്ല, ഇറ്റ്സ് നൈസ് നോ? It's not the same color, Sri. What are you saying? അപ്പൊ നിനക്ക് എന്തിനാ കുറെ വെള്ള ഷർട്ട് ഉള്ളത്? എല്ലാം ഒന്നല്ലേ? പക്ഷെ എനിക്ക് എത്ര വെള്ള ഷർട്ട് ഉണ്ട്, എത്ര ബ്ലാക്ക് ഉണ്ട്. It's not the same. It's never the same. എന്നാലും അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടല്ലോ, അത് മതിയല്ലോ. ഇനി ഇത് തയ്ക്കാൻ ഞാൻ കൊടുക്കാൻ പോണ എവിടെയാണെന്നറിയോ? എൻ്റെ എനിക്കറിയുന്ന ഒരു ടൈലർ ചേട്ടനുണ്ട് കേട്ടോ, നമ്മുടെ കോൺവെന്റ് ജംഗ്ഷനിൽ. ആ ചേട്ടൻ്റെ കടയുടെ പേര് എനിക്കറിയില്ല, എനിക്ക് ലൊക്കേഷൻ മാത്രമേ അറിയുള്ളൂ. അവിടെ പാർക്കിംഗ് പോലും ഇല്ല. അപ്പം ഞാൻ പണ്ട് അവിടെ ഒരു പ്രാവശ്യം പോയി, ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ കാണിക്കാം. ഈ സൽവാറൊക്കെ ഞാൻ അവിടെ തയ്പ്പിച്ചു, അന്ന് സിബൊക്കെ വെച്ച് തയ്ക്കാൻ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ആൻഡ് ഐ നെവർ തോട്ട് അദ്ദേഹം ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്യുന്നു. ഇന്നും ആ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അത്രയും ക്വാളിറ്റിയിൽ ആ ചേട്ടൻ തയ്ച്ചു. അപ്പം ഇതൊക്കെ ഞാൻ അവിടെയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം എല്ലാം ഒരുമിച്ച് കൊടുക്കില്ല, ആദ്യം ഒരു 3-4 പീസ് കൊടുക്കും. ആ ചേട്ടൻ പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ അടുത്ത മെറ്റീരിയൽ കേട്ടോ. ഞാൻ മിക്സ് ചെയ്തെടുക്കാം, ഞാൻ ഇത് പിന്നെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ശ്രീനി പറയും ഇതെല്ലാം ഒന്നാണെന്ന്. ഞാൻ വേറെ കളർ എടുക്കട്ടെ ഗൈസ്. ഹൗ ഇസ് ദിസ്? യെല്ലോയില് ഒരു പ്രിന്റ് വരുന്ന ഫ്ലോറൽ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വെച്ച് നോക്കിയപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഐ ക്യാൻ ടോട്ടലി റോക്ക് ദിസ് കളർ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഹൗ ഇസ് ദിസ്? നൈസ് നോ? ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിന് തന്നെ ബോട്ടം ഇതേ മെറ്റീരിയൽ കൂടി ചേർത്താണ് ഞാൻ എടുത്തത്. സോ ഇമാജിൻ ടോപ്പും ഈ കളറ്, ബോട്ടവും ഈ കളറിൽ തന്നെ, ഇതേ തുണി. ഇനി ഇൻ കേസ് ആ ബോട്ടം എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് ബോറടിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബോട്ടം ഇട്ടാലും, ഒരു പ്ലെയിൻ വൈറ്റ് ബോട്ടം ഇട്ടാലും ഇത് നല്ലതായിരിക്കും. ഇത് ഐ എം പ്ലാനിങ് ടു മേക്ക് ഇറ്റ് സ്ലീവ്ലെസ്. ഓക്കെ, സ്ലീവ്ലെസ്. എനിക്ക് സ്ലീവ്ലെസ് എനിക്ക് പൊതുവേ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് ഡെലിവറി കയ്യിൽ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വന്നു. ആ സമയത്ത് ഐ സ്റ്റോപ്പ് വെയറിങ് സ്ലീവ്ലെസ്. പക്ഷെ ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ സ്ലീവ്ലെസ് ഇടാൻ പോകുന്നത്. അതിന് ഷോളില്ല, അത് ആ മെറ്റീരിയൽ മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. സോ ഇതിൽ സെറ്റും ഉണ്ടാവും, വെറും മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവും. അപ്പം അതിന് ഷോളില്ല കേട്ടോ. ഇനി ഇതും അതുപോലത്തെ വെറും ഒരു മെറ്റീരിയൽ മാത്രമാണ്, വിച്ച് ഐ റിയലി ലൈക്ക്. എനിക്ക് ഈ കളറ്, ഈ കോഫി ബ്രൗൺ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഐ ബോട്ട് ദിസ്. ഒരു
വളരെ ഒരു സിമ്പിൾ ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് തന്നെ ഞാൻ ബോട്ടവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ കളറിൽ തന്നെ ആയിരിക്കും ബോട്ടവും, ഇതേ കളറിലായിരിക്കും ടോപ്പ്. ഇതും ഞാൻ സ്ലീവ്ലെസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. കമൻറ്റ് ബിലോ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എടാ ഇതിനൊക്കെ ഇനി പാറ്റേൺ ഞാൻ ചിന്തിക്കണം. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതും അതുപോലെ ഒരു മെറ്റീരിയൽ ആണ്. ഇത് നീ പറയും ഒന്നാണ്, സെയിം ആണ്. ഇത് അടുത്ത മെറ്റീരിയലാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ. ഐ തിങ്ക് യെല്ലോ മേക്സ് us ഫീൽ വെരി, യെല്ലോ ഇസ് എ ഹാപ്പി കളർ. സോ അങ്ങനെയാണ് ഞാൻ ഈ യെല്ലോ എടുത്തത്. സോ ഇഫ് ഐ എം ഫീലിംഗ് ഹാപ്പി ഐ വിൽ വെയർ ദിസ്. അതെങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു. അപ്പം ഡെയിലി ഇടേണ്ടി വരില്ലോ? ഇല്ല, ചില ദിവസം ഞാൻ എക്സ്ട്രാ ഹാപ്പി ആയിരിക്കാം, അന്ന് ഞാനിത് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ബോട്ടും ടോപ്പും ഞാൻ ഇത് തന്നെ എടുത്തിരിക്കുന്നത്. ലൈക്ക് എ കോഡ് സെറ്റ് ഫീലിൽ. പിന്നെ എടുത്തിരിക്കുന്നത് ഇതാണ്. ഇത് അഗൈൻ ഇറ്റ്സ് എ വെരി ബിഗ് പ്രിൻറ്റ് ആൻഡ് ഇറ്റ്സ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ബ്ലാക്ക് ഫീലിൽ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു, അതിനാണ് ഞാൻ ഇത്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ് ശ്രീ? നൈസ്. നീ അടുത്തേക്കൊക്കെ വാ. ബ്രൗണ്, ഗ്രീന്, നൈസ്. നോ, ഈ വാച്ച് കാണിക്കാനാ ശ്രീനിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ശ്രീനി തരുമ്പോൾ അന്ന് എനിക്ക് രാത്രി ഒട്ടും വയ്യ. തലേ ദിവസം എന്തോ ജിമ്മിൽ പോയിട്ട് കഴുത്തൊക്കെ ഭയങ്കര വേദന, ഛർദിൽ, തലവേദന. 12 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു. അതായത് ഒട്ടും വയ്യാണ്ട് ORS ഒക്കെ കുടിച്ച് കിടക്കുവാണ്. പെട്ടെന്ന് ശ്രീനിയും നിലുവും വന്നിട്ട് മമ്മി അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ തലയൊക്കെ പൊക്കി വന്നപ്പോൾ ശ്രീനി ഒരു ബോക്സ് ഗിഫ്റ്റ് നോക്കിയപ്പോൾ ഈ വാച്ച്. ഐ വാസ് സോ ഹാപ്പി. പക്ഷേ എന്നെ കാണാൻ എന്താ പറയുക, ഒട്ടും വയ്യ. ആൻഡ് ഐ വാസ് ലൈക്ക് അയ്യോ ഞാൻ ഈ മൂഡായി പോയല്ലോ. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ശ്രീനി വുഡ് ഡു ദാറ്റ്. ആൻഡ് ആദ്യമായിട്ടാണ് എനിക്കൊരു പ്രോപ്പർ വാച്ച് ഞാൻ ഇടുന്നത്. ഞാനൊരു വാച്ച് ഇടുന്ന ആളേ അല്ല. അപ്പോൾ ശ്രീനി ഇത് തന്നിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങി. ഇതിനകത്ത് പേൾ ഉണ്ട്, അതായത് പേൾ സ്റ്റോൺ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മൂണും സ്റ്റാറും ഉണ്ട്. ആ മൂണിപ്പോൾ എവിടെ പോയിരിക്കുക, അതിനകത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി വരും മൂണ്. ആൻഡ് ഇതിനകത്ത് സ്റ്റാർ ഉണ്ട്. അപ്പം മൂണും സ്റ്റാർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നിലു, നിത്താര. പിന്നെ പേൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ പേളി. അതാണ് ഉദ്ദേശിച്ചത്. ആൻഡ് ഇത് അത്. ഓക്കെ, അവളവിടെ നീറ്റായിട്ട് മടക്കിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തത് എനിക്ക് വേറെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തൊരു പ്രിന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? എനിക്കിത് എന്തൊക്കെയോ ഓർമ്മകളൊക്കെ വരുന്നു. എനിക്ക് എൻ്റെ സൺഡേ സ്കൂളൊക്കെ ഓർമ്മ വരുന്നു. എന്താ വെച്ചാൽ സൺഡേ സ്കൂളിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പ്രിന്റുകളാണ് അന്ന് പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ വൈറ്റൊക്കെയാണ് കൂടുതലിടുക. അപ്പോൾ ഇങ്ങനത്തെ പ്രിന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും ടോപ്പും ബോട്ടവും സെയിം കളറിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇറ്റ്സ് വെരി സിമ്പിൾ പ്രിന്റ്, ജസ്റ്റ് കാഷ്വൽ വെയറിന് പറ്റിയൊരു കളറാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സെറ്റാണേ. ബ്ലൂ ആണ്, ഒരു ഡിഫറെൻറ്റ് ബ്ലൂ. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ബ്ലൂവിൽ തന്നെ കുറേ ടൈപ്പ് ബ്ലൂ ഉണ്ട്. അതിലൊരു ബ്ലൂ ആണിത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഇതാണ് ടോപ്പ് വരുന്നത്. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇതിൻ്റെ ബോർഡറൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് ആ ടോപ്പ്. ഹൗ ഇസ് ഇറ്റ്? ഇറ്റ്സ് വെരി സോഫ്റ്റ്, നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ. ഇതെല്ലാം ഞാൻ സോഫ്റ്റ് എന്ന് പറഞ്ഞാണ് എടുത്തത്. നോക്കിയപ്പോൾ കുറേ സോഫ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബോട്ടം ഇതാണ് അതിൻ്റെ ബോട്ടം. ഹൗ ഇസ് ഇറ്റ്? അതൊരു വൈറ്റ് അല്ല, ഇതിൻ്റെ കളറിലുള്ള തന്നെ ഒരു ബോട്ടമാണ് വരുന്നത്. വിച്ച് അഗൈൻ ഐ ലവ്. ആൻഡ് ഐ ലവ് ദ ഷോൾ നോക്കി, നല്ല ഒരു അതേ പ്രിൻ്റൊക്കെ വരുന്ന ഒരു ഷോൾ കണ്ടോ? ഹൗ ഇസ് ഇറ്റ്? ഇത് ഇറ്റ്സ് അഗൈൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ കാഷ്വൽ സിമ്പിൾ വെയറിനുള്ള സാധനങ്ങളാണ്, ഹെവി സാധനങ്ങളല്ല ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഞാനൊരു വേറെ തന്നെ ഒരു സാധനം കാണിക്കാൻ പോവാണ്. യെസ്, ബ്ലാക്ക്. ഈ ബ്ലാക്കിന് ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ഇത് ടോപ്പ്. ഓക്കെ,
ആൻഡ് ഈ ടോപ്പിൽ ഇങ്ങനെ ഒരു പ്രിന്റ് ഉണ്ട്. അപ്പോൾ ബോട്ടം ടോപ്പിൻ്റെ താഴെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. കണ്ടോ? നൈസ് ആണ്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ ബോട്ടം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ബോട്ടം. ഈ പ്രിൻ്റാണ് അതിൻ്റെ ബോട്ടം. ഒരു വേറെ തന്നെ ഒരു പ്രിന്റ്. ആൻഡ് ഇതിൻ്റെ ഷോളും ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഷോളാണ്. ഇതാണ് അതിൻ്റെ ഷോള്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഷോളും ബോട്ടും ഇഷ്ടമായില്ല, പക്ഷേ ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. ചിലപ്പോൾ ആ ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, നമ്മൾ എടുത്തു പക്ഷെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ നമ്മൾ എടുത്തു. അങ്ങനത്തെ ഒരു ഷോളാണിത്. എന്ന് വെച്ചാൽ ഈ ഷോള് കണ്ടപ്പം ഞാനിത് എടുത്ത് ബില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഷോള് തുറന്ന് നോക്കിയത്. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ അപ്പാപ്പൻ്റെ മുണ്ടില്ലേ അത് ഓർമ്മ വന്നു. അപ്പാപ്പൻ്റെ മുണ്ടല്ല, ലുങ്കി. ആ, വീട്ടിലൊക്കെ കൊടുക്കില്ലേ ലുങ്കി? ഇല്ലേ സാലി ചേച്ചി, ഇത് ലുങ്കി പോലില്ലേ? ആ, കണ്ട സാലി ചേച്ചി ഈ ലുങ്കിയാണ് വീട്ടിൽ കൊടുക്കണേ. സോറി, ഞാൻ അപമാനിച്ചതല്ല. ഓക്കേ, ഇനി അതേ മെറ്റീരിയലിൽ വേറൊരു സാധനം. എനിക്കിത് കണ്ടപ്പം ലേഡി ബഗ് ഇല്ലേ, ലേഡി ബഗിന് ഓർമ്മ വന്നു. ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് എ ലേഡി ബഗ്. ഐ തിങ്ക് ഇറ്റ് ഇസ്. അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി നൈസ് കളർ. ഐ ലൈക്ക് ദ സ്കിൻ കളർ വരുന്ന പ്രിന്റുകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ബിക്കോസ് ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് നല്ലൊരു വൈഡ് നെക്കൊക്കെ വെച്ചിട്ട്, നല്ല റൗണ്ട് നെക്കൊക്കെ വെച്ചിട്ട് തയ്ച്ച് അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു. ആൻഡ് ദിസ് ഇസ് ദ സെൻറ്റർ പാർട്ട്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഈ വര ഇത് ആക്ച്വലി സെൻറ്ററിലാണ് വരാണ്. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ്സ് ഗോണ ലുക്ക്. ഓക്കെ, തയ്ച്ച് കഴിയുമ്പോൾ അറിയാം ഗൈസ്. എന്തായാലും ഇതാണ് സെൻറ്ററിൽ ഒരു ലൈനാണ് വരിക. ആൻഡ് ഇതിന്റെ ഷോളും ബോട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫുൾ സ്ലീവ് വെക്കണം, അപ്പോഴല്ലേ ലേഡി ബഗ് കുറെ കാണാം. സെന്ററിൽ ഇത് വന്നാ രണ്ട് സൈഡും കൈ മൊത്തം ലേഡി ബഗ്. അതെ അതെ, ഫുൾ സ്ലീവ് വെക്കണം എന്നാ. ഐ ഡോണ്ട് ലൈക്ക് ഫുൾ സ്ലീവ്. ഓക്കെ, അടുത്തത് നെവർ ടേക്ക് അഡ്വൈസ് ഫ്രം യുവർ ഹസ്ബൻഡ് ബോയ്സ്. ഓക്കെ, ഇത് നോക്കിയേ, ബോട്ടം ഇതിൻ്റെ ബോട്ടമാണ്. ഇതിൻ്റെ ഷോളും ഓൾമോസ്റ്റ് സെയിം കളറിലൊരു ഇതാണ്, പക്ഷെ അതിൽ എൻഡിൽ നല്ലൊരു പ്രിൻ്റ് ഉണ്ട്. കണ്ടോ, ഷോളിൻ്റെ അറ്റത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷോൾ വരുന്നത്, കണ്ടോ? ആൻഡ് ഐ ലൈക്ക് ദിസ് പ്രിൻറ്റ്. ഷോളിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് പ്രിൻ്റ്, കണ്ടോ? നൈസ്നാ. ഇത് ഞാൻ സ്ലീവ്ലെസ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. ലേഡി ബഗ് ഒക്കെ പോകട്ടോ. ആ സാർ, ലേഡി ബഗ് ഇങ്ങനെ ഇഴങ്ങി വന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇതാണ്, വേറൊരു കളറാണ്, ടോട്ടലി ന്യൂ. ആൻഡ് ഐ വാണ്ടഡ് ഇറ്റ് നമ്മളുടെ ടോപ്പും ബോട്ടും ആയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതായത് സെയിം കളറിൽ ടോപ്പും ബോട്ടും. ഓക്കെ, എൻ്റെ പഴയ കുറേ ഉടുപ്പുകൾ ഞാൻ ഡിസ്പോസ് ചെയ്യാണ്, കൊടുക്കുകയാണ്. ബിക്കോസ് ഐ എം നോട്ട് വെയറിങ് ഇറ്റ്. പിന്നെ കുറേ ഇട്ടു. അപ്പോൾ കുറേ സൽവാറുകൾ ഞാൻ എനിക്കറിയുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കുകയാണ്, ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. ബിക്കോസ് ഇനി അല്ലെങ്കിൽ ഞാൻ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഞാൻ തന്നെ അതിട്ട് വെറുത്തുപോയി, അത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം എപ്പോഴും ഞാൻ ആലോചിക്കും ഇത് മാത്രമേ എനിക്കുള്ളൂ ഉടുപ്പ് എന്നാലോചിച്ചു. അപ്പം ഞാൻ അത്രയും സാധനങ്ങളും ഞാൻ മാറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ അത്രയും പോകുന്നത് തന്നെ നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ നമ്പർ 4. ഓക്കെ, അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. എന്താ വെച്ചാൽ നീ പറയും ഇത് മറ്റേ ബ്ലൂ ആണ്. ഇത് ബ്ലൂവേ അല്ല. ഇത് എന്ത് കളറാ? ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ അല്ല, സീ ബ്ലൂ. സീ ബ്ലൂ അല്ല, ഒരു ബ്ലൂ. ഇതെന്ത് ബ്ലൂ ആണോ എന്തോ. ഇതെന്ത് ബ്ലൂ ആ ചേച്ചി? സ്കൈ ബ്ലൂ. ഐഷ പറയുന്നത് സ്കൈ ബ്ലൂ. അപ്പൊ സ്കൈ ബ്ലൂ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇതും ടോപ്പും ബോട്ടും ആണ്. അല്ല, ഇതേപോലെ ഉണ്ടായിരുന്നു അല്ലേ ഗൈസ്? എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂവും ബ്ലാക്കുവാ.
Like I've always been a blue black girl. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂവും ബ്ലാക്കും. ഇത് ടോപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിന് ഞാൻ ബോട്ടം എടുത്തില്ല. എനിക്ക് ഈ കളറും ഈ പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ഇഷ്ടമായി. സോ ദാറ്റ്സ് വൈ. താങ്ക് യു. ഇനി ലാസ്റ്റ് സാധനം ഞാൻ കാണിക്കാൻ പോവാണ്. ഇതാണ് ഫൈനൽ. ഓക്കെ, ഇതും ഒരു സെറ്റാണ്. ഇതുപോലത്തെ ഒരു യെല്ലോ നീ അപ്പോൾ ഇട്ടല്ലോ. എവിടെയല്ലോ? ആ, ഞാൻ ഒന്ന് കാണിക്കട്ടെ. അതുപോലെയായിരുന്നു അത്. ആണോ കുട്ടാ? നോ കുട്ടാ. ആ, അത് കാണിക്കാം. ആ, वो येलो नहीं है. അത് കാണിച്ചാ वो दे दो मुझे. ഇത് യെല്ലോയേ അല്ല. और येलो है भैया, वो बोल रहे दो है. ആ, അതെല്ലാം സി. ഞാനിത് പറഞ്ഞുതരാം. ഇത് ലൈറ്റ് യെല്ലോ. ദിസ് ഇസ് മോർ ഓഫ് എ ലൈറ്റ് ബ്രൗൺ. ദിസ് ഇസ് യെല്ലോ. ഇത് യെല്ലോ ആണ്, പക്ഷെ ഈ യെല്ലോ അല്ല, ഈ യെല്ലോ. ഇത് നാലും ഞാൻ പറഞ്ഞില്ലേ, ശ്രീനി ജസ്റ്റ് നോസ് വൺ കളർ, പക്ഷെ അതിന്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് വേറെ തന്നെ ഒരു യെല്ലോ ആണ്. ശ്രീനി ഇത് വേറെ, ഇത് ക്യാമറയിൽ ഒരുപോലെയാണ് കാണുന്നത്. ആ, ഡിസൈൻ വേറെയാണ്. Yeah, now you are understanding. അതില് റോജാപ്പൂ, ഇതില് സൺഫ്ലവർ, മറ്റേത് ജാതി. ഇതുകൊണ്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആണുങ്ങൾക്ക് അവിടെ ഒരു ചെയർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് അവരവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ആ, അത് യെല്ലോ അല്ലേ, അത് ബ്ലൂ അല്ലേ, അത്രേ അവർക്ക് അറിയത്തുള്ളൂ. നമ്മളതല്ല നോക്കുക. നമ്മൾ അതിൽ ഡീറ്റെയിൽസ് നോക്കും. ഇതിൽ പൂവിൻ്റെ കളർ പിങ്ക് ആണ്, ഇതിൽ ഗ്രീൻ കളർ ആൻഡ് പിങ്ക് കളർ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡർ എന്ത് രസമാണെന്ന് നോക്കി. ഐ ലവ് ദ ബോർഡർ, സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് ഇറ്റ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ബോട്ടം ഭയങ്കര, ഇതാണ് ബോർഡർ. വൈറ്റ് അല്ല ബോർഡർ, ഇതാണ് ബോർഡർ. ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത്. ഓക്കെ, ഇത് ബോട്ടം എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ ഷോൾ ഇസ് വെരി ക്യൂട്ട്, വെരി 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 ക്യൂട്ട്. ഓണക്കോടി ഓണക്കോടിയോ? ബോട്ടം ഇത് ഓണക്കോടി പോലെയാണ്. ആ, അതെ. പക്ഷെ അങ്ങനെ അത്രയില്ല ഗൈസ്. എനിക്ക് ഓണക്കോടി ഓണം വരുമല്ലേ, അപ്പൊ അന്നിടാം. ആ, ഈ ബോട്ടം നീ ഇട്ടോ അന്ന്. ഇതെങ്ങനെയുണ്ട് ഈ ഷോള്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഷോൾ. ആഹാ, അതായത് ഇതും കൂടി ഇടുമ്പോൾ നല്ല രസമായിരിക്കും. കാണിച്ചു തരാം. കണ്ടില്ലേ? സോ നൈസ്, സോ എലഗന്റ്, സോ ബ്യൂട്ടിഫുൾ. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നൈസ്. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെയൊക്കെ കുങ്കിനികളൊക്കെ ഉണ്ട്. പിന്നെ കാറിൽ പോകുമ്പോൾ നിത്തുവിന് എൻ്റെ ഷോള് പുതച്ചിരിക്കാൻ ഇഷ്ടമാണ്. സോ ഐ ആം ലൈക്ക്, ഓ, ഐ ആം ദ മോം നൗ, യുനോ. അതിനാണ് ആക്ച്വലി ഞാൻ ഷോൾ ഇടുന്നത്. ഷോൾ മിക്ക സ്ഥലത്ത് പോയാലും അത് കാറിനകത്ത് വെച്ച് മറന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ ഷോളൊക്കെ എടുത്ത് മാറ്റും. എന്നിട്ട് ഇറങ്ങാൻ നേരം എൻ്റെ ഷോൾ എവിടെ. ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷേ ഐ ലൈക്ക് ദ ഷോളും കൂടി വരുമ്പോൾ എന്തോ ഐ ഫീൽ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഷോള് സെറ്റായിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്രണ്ടുണ്ട് സോഹ. അപ്പോൾ അവൾ എപ്പോഴും ഈ നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരും. ഈ സൽവാറൊക്കെ ഇടുമ്പോൾ അവൾ ഷോളൊക്കെ ഇട്ടിട്ട് വരും. എനിക്കാണെങ്കിൽ ഈ ടോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ റെഡിമെയ്ഡ് കുർത്ത വാങ്ങിച്ചിട്ട് ജീൻസിൻ്റെ കൂടെയോ ഒന്നോ രണ്ടോ ലെഗിങ്സോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരു ബോട്ടം ഉണ്ടാവും, ഒരു ബ്ലാക്ക് ബോട്ടം ഉണ്ടാവും. അതിൻ്റെ കൂടെ എല്ലാ ടോപ്പും ഇടും. ഷോളൊക്കെ ഉണ്ടാവേയില്ല. ഷോൾ ഒന്നോ രണ്ടോ ഉണ്ടാവും, അത് എല്ലാത്തിൻ്റെ കൂടെ ഇടും. പക്ഷെ സോഹ കോട്ടയത്തു നിന്നാണ്, അതുകൊണ്ടായിരിക്കണം അവൾ അവിടെ പോയി. അവളും പിന്നെ പഠിച്ചതും ഫാഷൻ ഡിസൈനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര രസത്തിൽ ഇങ്ങനെ ഷോളൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പോൾ അന്നേ എൻ്റെ ആഗ്രഹമാണ് സെറ്റായിട്ട് വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും കഴിഞ്ഞു ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്. പ്രത്യേകിച്ച് സോറി, ക്ലോത്ത്സ് അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇനിയാണ് പണി തുടങ്ങാൻ പോണത്. ഇതെല്ലാം ഞാൻ വാങ്ങിക്കാൻ എത്ര സമയം എടുത്തെന്നറിയോ? ശ്രീനി പറ, ഞാൻ എത്ര നേരം എടുത്താണ് ഇത്രയും സാധനം ചൂസ് ചെയ്ത് എടുക്കാൻ? 3 hours. 3 hours-ആ? 3 hours? ഞാൻ ഒറ്റയ്ക്കൊരു കടയിൽ പോയിട്ട് 3 hours ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ എങ്ങനെ പോയെന്നും കൂടി പറയാം. ഒരു ലൂസ് ജീൻസ്, ഒരു ലൂസ് ടീഷർട്ട്, ഒരു തൊപ്പി, ഒരു കൂളിംഗ് ഗ്ലാസ്, മാസ്ക് ഇല്ല, പിന്നെ ഒരു ഹെഡ്ഫോൺസ്,
ഇതൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് വൈബ് ചെയ്തിട്ടാണ് ഞാൻ ആ കടയിൽ കയറി എല്ലാം ഓരോരോ സാധനങ്ങൾ എടുത്തത്. കണ്ണറിയാതെയാണ് എടുത്തിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഞാൻ ഊരിയായിരുന്നു. ശ്രീനി ഞാൻ കൂളിംഗ് ഗ്ലാസ് ഊരിയായിരുന്നു. എന്തായാലും ഐ ടുക്ക് ഓൺലി 30 minutes മാക്സിമം. ബിക്കോസ് എൻ്റെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിരുന്നു, എനിക്ക് എന്ത് വേണം. എപ്പോഴും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം എന്തിനാ പോണേന്ന് ഒരു ഉദ്ദേശ ശുദ്ധി വേണം. അപ്പം നമുക്ക് പെട്ടെന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഐഡിയ ഇല്ല എന്താ വാങ്ങിക്കുക, എന്ത് വേണം എന്ന് അറിയില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇത് റെഗുലർ വെയറാണ്, ചിലപ്പോൾ ഞാനിത് ചുമ്മാ പുറത്ത് പോകുമ്പോഴേക്ക് ഇടാനുള്ള ഒരു കാഷ്വൽ വെയർ ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം. ചിലതിന് ഷോൾ വേണം, ചിലതിന് ഷോൾ വേണ്ട. പിന്നെ എൻ്റെ മനസ്സിൽ ടോപ്പും ബോട്ടവും സെയിം മെറ്റീരിയൽ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. താങ്ക് യു. ഇനിയില്ല, കഴിഞ്ഞു. അയ്യോ, വാങ്ങിച്ചു. അപ്പോ 10, 15 അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി തയ്ക്കാൻ പോകണം. അലീന ഇപ്പം വരും, എൻ്റെ ഒരു സ്റ്റൈലിസ്റ്റ്, ഞങ്ങളുടെ ഇൻഹൗസ് സ്റ്റൈലിസ്റ്റാണ്. അപ്പോൾ അവളും ഞാനും കൂടി ഇപ്പം ഇനി ആ ചേട്ടൻ്റെ അടുത്ത് പോകും. ഇതിൽ ആദ്യം ഏതാ തയ്ക്കാൻ പോകണമെന്ന് ഞങ്ങളൊന്ന് ഡിസൈനൊക്കെ ചെയ്തിട്ട് അത് ഏത് പാറ്റേൺ വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് ഓക്കെ. സോ ഗൈസ്, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ വീഡിയോ പെട്ടെന്ന് ഞാനിത് തയ്ക്കാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഓർത്തത്, നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുകയല്ലേ, വെറുതെ ആ മേക്കപ്പ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത. സത്യം അതാണ് അല്ലേ? അതാണ് ആക്ച്വലി സത്യം. നല്ല ലുക്ക് ഉണ്ടല്ലോ, ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, ഒരു വീഡിയോ എടുത്താലോ, എന്താ വീഡിയോ എടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനത് എടുത്തത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. രണ്ടാമത്, ഞാൻ എടുത്ത എല്ലാ യെല്ലോയും ഒന്നാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബിലോ. മൂന്നാമത്, ഞാൻ എടുത്ത എല്ലാ ബ്ലൂവും വ്യത്യസ്തമല്ലേ എന്ന് കമൻറ്റ് ബിലോ. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ലവ് യു ഓൾ. ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 ba, holy money show. Oh oh, believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy money show.